കേരള കോൺഗ്രസ് ജോസഫ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് എംഎൽഎയ്ക്കും ഇടുക്കി എംഎൽഎ റോയ് കെ പൗലോസിനും സ്വീകരണം നൽകി. 12 സീറ്റിൽ മത്സരിച്ച് ഒന്നുപോലും ലഭിക്കാതെ ഒരു കൂട്ടം നിലംപൊത്തിയപ്പോൾ യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്നും യഥാർത്ഥ നേതാവ് ആരാണെന്നും ജനങ്ങൾ മനസ്സിലാക്കിയെന്നും സ്വീകരണത്തിന് മറുപടിയായി അബു ജോൺ ജോസഫ് പറഞ്ഞു. കേരള സർക്കാർ ചീഫ് വിപ്പായി ചുമതലയേറ്റ അബു ജോൺ ജോസഫ് എംഎൽഎയ്ക്കും ഇടുക്കി എംഎൽഎ റോയ് കെ പൗലോസിനുമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരണമൊരുക്കിയത്. ചെറുതോണിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അബു ജോൺ ജോസഫ് ഉന്നയിച്ചത്. എതിരാളികളുടെ ശക്തി കേന്ദ്രത്തിൽ പോലും കടന്നുകയറി ഉജ്ജ്വല വിജയം സ്വന്തമാക്കുവാൻ പാർട്ടിക്ക് സാധിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. 5 വർഷക്കാലം കർഷകന്റെ പാർട്ടിയാണ് എന്നും പറഞ്ഞൊരു ഭരണകൂടത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിലെ ചെറുവിരൽ പോലും അനക്കാതെ ഒരു മേഖലയിലെ ഒരു വിഷയത്തിൽ ഇടപെടാം 250 രൂപ വാഗ്ദാനം ചെയ്ത കർഷകർക്ക് റബ്ബറിന്റെ കാര്യത്തില് ഒരക്ഷരം പോലും ആ മുന്നണിയിലോ ആ മുന്നണി സംവിധാനത്തിലുണ്ടായ നിയമസഭയിലെ ഒരിയാളാണ് കർഷകർക്ക് പുറംതിരിഞ്ഞു നിന്നപ്പോ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ 12 സീറ്റിൽ ഒന്നുപോലും ജയിക്കാതെ ഒരു കൂട്ടം നിലം പൊതിയപ്പോ സ്വീകരണ സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ പ്രവർത്തകർക്ക് പാർട്ടി മെമ്പർഷിപ്പും വിതരണം ചെയ്തു. ജില്ലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം തോമസ് പെരുമന മുഖ്യ പ്രഭാഷണം നടത്തി. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, MJ കുര്യൻ, സംസ്ഥാന സെക്രട്ടറിമാരായ M മോനച്ചൻ, ബെന്നി പുതുപ്പള്ളി തുടങ്ങി നിരവധി നേതാക്കൾ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.